ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ നിത്യ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതായിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഓക്കെ, അപ്പം ഈ ചുരിദാർ ഒന്ന് ഇട്ട് നോക്ക്. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഈ ചുരിദാർ ഒന്ന് ഇട്ട് നോക്ക്, അല്ലെങ്കിൽ ഈ പാൻസ് ഒന്ന് ഇട്ട് നോക്ക് എന്നൊക്കെ പറയാറില്ലേ നമ്മൾ? എങ്ങനെ പറയാം? ട്രൈ ഓൺ ദിസ് ചുരിദാർ, ട്രൈ ഓൺ ദിസ് ചുരിദാർ. ഈ ചുരിദാർ ഒന്ന് ഇട്ട് നോക്ക്. ട്രൈ ഓൺ ദിസ് ചുരിദാർ. ഇപ്പം തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. ട്രൈ ഓൺ ദിസ് ചുരിദാർ. ഓക്കെ, ഈ ചുരിദാർ ഇട്ടിട്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എങ്ങനെ നമുക്ക് പറയാം? ഇറ്റ് ലുക്സ് ഗുഡ് ഓൺ യു, ഇറ്റ് ലുക്സ് ഗുഡ് ഓൺ യു, ഇറ്റ് ലുക്സ് ഗുഡ് ഓൺ യു എന്ന് പറഞ്ഞ് പഠിച്ചേക്കാട്ടോ. ഇറ്റ് ലുക്സ് ഗുഡ് ഓൺ യു. ഓക്കെ, ക്ലിയർ ആയല്ലോ? വേറെ ഇപ്പം നമ്മളൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് പറയാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇതുവരെ ചൈനീസ് ഫുഡ് ട്രൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചൈനീസ് ഫുഡ് കഴിച്ചിട്ടില്ല. എങ്ങനെ നമുക്ക് പറയാം? ഐ നെവർ ട്രൈഡ് ചൈനീസ് ഫുഡ്, ഐ നെവർ ട്രൈഡ് ചൈനീസ് ഫുഡ്. ഞാൻ ഇതുവരെ ചൈനീസ് ഫുഡ് ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, വേറൊരു സെൻറ്റൻസ്, ഞാനിപ്പോൾ എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുക, ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് എങ്ങനെ എത്തിച്ചേരുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. എങ്ങനെ എനിക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് പറ്റും? എങ്ങനെ പറ്റും? എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഹൗ ക്യാൻ ഐ റീച്ച് ദിസ് പ്ലേസ്, ഹൗ ക്യാൻ ഐ റീച്ച് ദിസ് പ്ലേസ്. എനിക്ക് അവിടെ വരെ എങ്ങനെ എത്താനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ നമ്മളൊരു PSC എക്സാമൊക്കെ വരുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത കുറേ സ്ഥലത്തൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ നമ്മൾ പറയാം, എങ്ങനെ ഇപ്പോൾ ഞാൻ അവിടെ എത്തിപ്പെടുക, എനിക്ക് എങ്ങനെ അവിടെ എത്തിപ്പെടാനായിട്ട് പറ്റും? എങ്ങനെ പറയാം? ഹൗ ക്യാൻ ഐ റീച്ച് ദിസ് പ്ലേസ്, ഹൗ ക്യാൻ ഐ റീച്ച് ദിസ് പ്ലേസ്, അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദിസ് പ്ലേസ് എന്നും പറയാം കേട്ടോ. ഈ റീച്ചിന് പകരമായിട്ട് നമുക്ക് ഗെറ്റ് എന്നുള്ള വേർഡും യൂസ് ആക്കാവുന്ന കേട്ടോ. നെക്സ്റ്റ് സെൻറ്റൻസ്, അവൻ പോകേണ്ടിയില്ലായിരുന്നു. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? അവൻ പോകേണ്ടിയില്ലായിരുന്നു, അവൻ ഇവിടെ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം അവൻ പോകേണ്ടിയില്ലായിരുന്നു എങ്ങനെ നമുക്ക് പറയാം? ഹീ നീഡിങ് ഹാവ് ഗോൺ. ഹീ നീഡിങ് എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, അവനിപ്പോൾ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഹീ നീഡിങ് ഹാവ് ഗോൺ. ഹാവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെർബിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഹീ നീഡിങ് ഹാവ് ഗോൺ. ഓക്കെ, ഇനി അവൻ വരേണ്ടിയില്ലായിരുന്നു അല്ലേ? അവൻ വരേണ്ടിയില്ലായിരുന്നു, അവന് തീരെ വയ്യ, അവന് നല്ല ക്ഷീണമൊക്കെയാണ്, അപ്പം അവനെ ക്ഷണിച്ച് വരുത്തേണ്ടിയില്ലായിരുന്നു എന്ന് വെച്ചാൽ അവൻ വരേണ്ടിയില്ലായിരുന്നു. എങ്ങനെ പറയാം? ഹി നീഡിങ് ഹാവ് കം, ഹി നീഡിങ് ഹാവ് കം. ഓക്കെ, പിന്നെ നമ്മൾ പറയാറില്ലേ, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന ട്രെയിനിലാണ് അല്ലെങ്കിൽ ഇന്ന ബസ്സിനാണ് വന്നത് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ തിരുവനന്തപുരത്തേക്ക് 2:30 ട്രെയിനാണ് പോയത്, അല്ലെങ്കിൽ 2:30 ട്രെയിനാണ് വന്നത്. എങ്ങനെ നമുക്ക് പറയാം? I took the 2:30 train to Trivandrum. I took the 2:30 train to Trivandrum. ഞാൻ 2:30 ട്രെയിനാണ് ട്രിവാൻഡ്രത്തേക്ക് പോയത്, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്ക് വന്നത്. I took 2:30 train to Trivandrum. Then നിനക്ക് എൻ്റെ കൂടെ ഒന്ന് വരാമോ, നിനക്ക് എൻ്റെ കൂടെ ഒന്ന് വരാമോ, അവിടെ വരെ എൻ്റെ കൂടെ ഒന്ന് വരാമോ. എങ്ങനെ പറയാം? എൻ്റെ കൂട്ടായിട്ട് നിനക്ക് എൻ്റെ കൂടെ അവിടെ ഒന്ന് വരാമോ. എങ്ങനെ പറയാം നമുക്ക്? Could you come with me, could you come with me, could you come with me. നിനക്ക് എൻ്റെ കൂടെ ഒന്ന് വരാമോ. അപ്പോൾ നിനക്ക് അവളുടെ കൂടെ ഒന്ന് പോയി കൊടുക്കാമോ. എങ്ങനെ പറയാം? could you go with her, could you go with her. നിനക്ക് അവളുടെ കൂടെ അവിടെ വരെ, ആ സ്ഥലം വരെ ഒന്ന് പോയി കൊടുക്കാമോ. അവൾ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ, അപ്പോൾ അവളുടെ കൂടെ നിനക്കൊന്ന് പോയി കൊടുക്കാമോ. എങ്ങനെ പറയാം? could you go with her, could you go with her. ദെൻ ഇങ്ങനെയൊന്നുമല്ലടാ അത് ചെയ്യുക, അത് ഇങ്ങനെയാണ് ചെയ്യാമെന്ന് പറയാറില്ല നമ്മൾ. ഇങ്ങനെയാണ് അത് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുക, ഇപ്പോൾ കുക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളി. ഇപ്പോൾ ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സ് ആരെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ അവരുടെ കൂടെ നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട് വിചാരിച്ചു. അപ്പോൾ അവരെന്തെങ്കിലും ഒരു സാധനം, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവൻ ചായ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയൊന്നുമല്ലടാ ചായ ഉണ്ടാക്കുക, ഇങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെയൊന്നുമല്ല ഉണ്ടാക്കുക, ഇതിങ്ങനെയാണെടാ ചെയ്യുക എന്ന് പറയാറുണ്ടല്ലോ. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? അതിങ്ങനെയാണ് ചെയ്യുക. എങ്ങനെ നമുക്ക് പറയാം? ദിസ് ഈസ് ഹൗ യു ഡു ഇറ്റ്, ദിസ് ഈസ് ഹൗ യു ഡു ഇറ്റ്. ഇതിങ്ങനെയൊന്നല്ല ചെയ്യുക, ഇങ്ങനെയാണ് ചെയ്യുക. ദിസ് ഈസ് ഹൗ യു ഡു ഇറ്റ്. ഓക്കെ, ഇനി ഇതിങ്ങനെയാണോ ചെയ്യുക, ഇങ്ങനെയാണോ ഇത് ചെയ്യുക. അപ്പോൾ എങ്ങനെ അതിങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഈസ് ദിസ് ഹൗ യു ഡു ഇറ്റ്, ഈസ് ദിസ് ഹൗ യു ഡു ഇറ്റ്, ഈസ് ദിസ് ഹൗ യു ഡു ഇറ്റ്. ഇങ്ങനെയാണോ ചെയ്യുക? ഈസ് ദിസ് ഹൗ യു ഡു ഇറ്റ്. ഓക്കെ, ഞാൻ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് പറയാം? ഞാൻ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്, ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്. ഓക്കെ, ഞാൻ ഇപ്പോഴും ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്റ്റിൽ ലുക്കിംഗ് ഫോർ, അല്ലെങ്കിൽ ഐ ആം സ്റ്റിൽ ലുക്കിംഗ് ഫോർ എ വർക്ക്, അല്ലെങ്കിൽ ഐ ആം സ്റ്റിൽ ലുക്കിംഗ് ഫോർ എ ജോബ് എന്ന് പറയാം കേട്ടോ. ഇനി നീ ഇപ്പോഴും ജോലി നോക്കുകയാണോ. എങ്ങനെ പറയാം? ആർ യു സ്റ്റിൽ ലുക്കിംഗ് ഫോർ വർക്ക്, ആർ യു സ്റ്റിൽ ലുക്കിംഗ് ഫോർ വർക്ക്. നീ ഇപ്പോഴും ജോലി അന്വേഷിക്കുകയാണോ, അല്ലെങ്കിൽ ജോലി നോക്കി നടക്കുകയാണോ. ആർ യു സ്റ്റിൽ ലുക്കിംഗ് ഫോർ വർക്ക്. നമ്മൾ ചോദിക്കാറില്ലേ, വേറെ എന്താ ഇനി എനിക്ക് വേണ്ടത്, വേറെ എന്താ ഇനി വേണ്ടത്, വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? വാട്ട് എൽസ് ഡു യു വാണ്ട്,
വാട്ട് എൽസ് ഡു യു വോണ്ട്? വാട്ട് എൽസ് ഡു യു വോണ്ട്? വേറെ എന്താ ഇനി നമുക്ക് വേണ്ടത്? മനസ്സിലായല്ലോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ ചോദിക്കാം? എനിത്തിങ് എൽസ്? എനിത്തിങ് എൽസ്? നിങ്ങളുടെ മോനിപ്പോൾ എത്ര വയസ്സുണ്ട്? എങ്ങനെ ചോദിക്കാം? നിങ്ങളുടെ മോനിപ്പോൾ എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ഈസ് യുവർ സൺ? ഹൗ ഓൾഡ് ഈസ് യുവർ സൺ? ഓക്കെ, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് എങ്ങനെ നമ്മൾ ചോദിക്കാം? നമ്മൾ നേരിട്ട് ചോദിക്കുന്നില്ലെങ്കിലും അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു എന്നാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ മോന് എത്ര ഏജ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മോൾക്ക് എത്ര പ്രായമുണ്ടെന്ന് എങ്ങനെ ചോദിക്കാം? ഹൗ ഓൾഡ് ഈസ് യുവർ സൺ? അല്ലെങ്കിൽ ഹൗ ഓൾഡ് ഈസ് യുവർ ബ്രദർ? ഹൗ ഓൾഡ് ഈസ് യുവർ ഡോട്ടർ? എന്നാണ് ചോദിക്കുക കേട്ടോ. ദെൻ ഒരാളെ ഇഞ്ചക്ഷൻ എടുത്തു വന്നു അല്ലെങ്കിൽ ഒരാളുടെ ബ്ലഡ് ഒക്കെ എടുത്തു വന്നു, നമ്മൾ ചോദിക്കാണ് വേദന ഉണ്ടായിരുന്നോ? എങ്ങനെ ചോദിക്കാം നമുക്ക്? വേദന ഉണ്ടായിരുന്നോ? വേദന അനുഭവപ്പെട്ടിരുന്നോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? വാസ് ഇറ്റ് പെയിൻഫുൾ? വാസ് ഇറ്റ് പെയിൻഫുൾ? വേദന ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ വേദന അനുഭവപ്പെട്ട വാസ് ഇറ്റ് പെയിൻഫുൾ എന്ന് ചോദിക്കാം കേട്ടോ. അത് സുഖമില്ലേ? എങ്ങനെ ചോദിക്കാം? ആർ യു ഫീലിംഗ് സിക്ക്? ആർ യു ഫീലിംഗ് സിക്ക്? എങ്ങനെ ചോദിക്കാം? ആർ യു ഫീലിംഗ് സിക്ക്? എന്താ പറ്റിയതെന്ന് എന്നോട് പറ. എന്താ പറ്റിയത് എന്നോട് പറയ്. എങ്ങനെ പറയാം? ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. എന്താ പറ്റിയത് എന്നോട് പറയ്. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, ഉപേക്ഷിക്കരുത്. ഇനിയും എന്താണ് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം അല്ലേ. ഒരിക്കൽ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അത് ഒരിക്കലും ഒഴിവാക്കരുത്. വീണ്ടും വീണ്ടും അത് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കാമെന്ന് പറയാറുണ്ട്. അപ്പം ഉപേക്ഷിക്കരുത്. എങ്ങനെ പറയാം? ഡോണ്ട് ഗിവ് അപ്പ്. ഡോണ്ട് ഗിവ് അപ്പ്. ഇനി വീണ്ടും വീണ്ടും ശ്രമിക്കുക. എങ്ങനെ പറയാം? കീപ് ട്രൈങ്. കീപ് ട്രൈങ്. ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഡോണ്ട് ഗിവ് അപ്പ്, കീപ് ട്രൈങ്. ഡോണ്ട് ഗിവ് അപ്പ്, കീപ് ട്രൈങ്. ആരിപ്പോൾ അതൊക്കെ അറിയാൻ പോകുന്നത്? എങ്ങനെ നമുക്ക് പറയാം? ആരിപ്പോൾ അതൊക്കെ അറിയാൻ പോകുന്നത്? ഹു ഈസ് ഗോയിങ് ടു നോ? ഹു ഈസ് ഗോയിങ് ടു നോ? ആരപ്പോൾ അതൊക്കെ അറിയാൻ പോകുന്നത്? ഹു ഈസ് ഗോയിങ് ടു നോ? ആർക്കും അറിയില്ല, അല്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആർക്കും അറിയില്ല. നോ വൺ നോസ്. ആർക്കും അറിയില്ല. നോ വൺ നോസ്. നോ വൺ നോസ്. നീ ഇപ്പം എന്താ ചെയ്യുന്നത്? നീ ഇപ്പം എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിന്റെ ജോബ് എന്താണെന്ന് കേട്ടോ. നിന്റെ ജോബ് എന്താണ്? എങ്ങനെ ചോദിക്കാം? വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കാം. വാട്ട് ഡു യു ഡു. അപ്പം അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ് എന്താണ് അർത്ഥം? വാട്ട് ആർ യു ഡൂയിങ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. നീ ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലേ, നീ ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം ചിത്രം വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഭക്ഷണം പാകം ചെയ്യണമെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ കാണുന്ന സിറ്റുവേഷനിൽ നമുക്ക് ചോദിക്കാം, നീ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എന്തിൻ്റെ അർത്ഥം? ആർ യു ഡൂയിങ് എന്ന് വെച്ചാൽ കേട്ടോ. അപ്പം വാട്ട് ഡു യു ഡു എന്ന് വെച്ചാൽ എന്താണ് ജോലി എന്നുള്ളതാട്ടോ. നീ എന്ന ലീവിന് പോകുന്നത്? എങ്ങനെ നമുക്ക് പറയാം? നീ എന്ന ലീവിന് പോകുന്നത്? വെൻ ആർ യു ഓഫ്? വെൻ ആർ യു ഓഫ്? വെൻ ആർ യു ഓഫ്? നീ എന്ന ലീവിന് പോകുന്നത്? ദെൻ ഇങ്ങനെ നിനക്കിപ്പോൾ അതിനൊക്കെ ധൈര്യം ഉണ്ടായത്? നിനക്ക് എങ്ങനെ അതിനൊക്കെ ധൈര്യം ഉണ്ടായത്? എങ്ങനെ ചോദിക്കാം? ഹൗ ഡെയർ യു? ഹൗ ഡെയർ യു? ഹൗ ഡെയർ യു? നിനക്ക് എങ്ങനെയപ്പോൾ അതിനൊക്കെ ധൈര്യം ഉണ്ടായത്? ഒന്ന് മിണ്ടാതിരിക്കോ അല്ലെങ്കിൽ ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കോ എന്ന് എങ്ങനെ പറയാം നമുക്ക്? കുഡ് യു പ്ലീസ് ബി സൈലന്റ്? കുഡ് യു പ്ലീസ് ബി സൈലന്റ്? കുഡ് യു പ്ലീസ് ബി സൈലന്റ്? ഒന്ന് മിണ്ടാതിരിക്കോ, ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കോ. കുഡ് യു പ്ലീസ് ബി സൈലന്റ്? ഓക്കെ. നെക്സ്റ്റ്, നീ ചിക്കൻ കഴിക്കോ? എങ്ങനെ ചോദിക്കാം? നീ ചിക്കൻ കഴിക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡു യു ഈറ്റ് ചിക്കൻ? ഡു യു ഈറ്റ് ചിക്കൻ? ഡു യു ഈറ്റ് ഫിഷ്? ഡു യു ഈറ്റ് ബിരിയാണി? നീ ചിക്കൻ കഴിക്കാറുണ്ടോ? നീ ഫിഷ് കഴിക്കാറുണ്ടോ? നീ ബിരിയാണി കഴിക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡു യു ഈറ്റ് വെച്ച് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് വന്നിട്ട് നമ്മളോട് ഒരാൾ ചോദിക്കാണ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാറുണ്ടല്ലോ. എങ്ങനെ നമുക്ക് ചോദിക്കാതെ? ഹൗ ഡിഡ് ഇറ്റ് ഗോ? ഹൗ ഡിഡ് ഇറ്റ് ഗോ എന്ന് ചോദിക്കാം കേട്ടോ. ഹൗ ഡിഡ് ഇറ്റ് ഗോ അല്ലെങ്കിൽ ഹൗ വാസ് ദാറ്റ് അല്ലെങ്കിൽ ഹൗ വാസ് യുവർ ഇൻ്റർവ്യൂ എന്ന് ചോദിക്കാം. നിന്റെ ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് യുവർ പാർട്ടി? നിന്റെ പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ ഡിഡ് ഇറ്റ് ഗോ? ഹൗ ഡിഡ് ഇറ്റ് ഗോ എന്നും ചോദിക്കാം കേട്ടോ. അത് അന്യായമാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ. അവരിങ്ങനെയൊന്നും നിന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ. അത് എന്താണ്? അന്യായമാണ് കേട്ടോ. എങ്ങനെ നമുക്ക് പറയാം? അത് അന്യായമാണ് കേട്ടോ. ദാറ്റ്സ് അൺഫെയർ. ദാറ്റ് ഈസ് അൺഫെയർ. അത് അന്യായമാണ് കേട്ടോ. ദാറ്റ്സ് അൺഫെയർ. ഓക്കെ. നെക്സ്റ്റ്, നീ ഇപ്പം എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? എങ്ങനെ ചോദിക്കാം? ഹൗ ഡിഡ് യു റീച്ച് ഹിയർ? ഹൗ ഡിഡ് യു റീച്ച് ഹിയർ? നീ എങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തിയത്? ഹൗ ഡിഡ് യു റീച്ച് ഹിയർ? അല്ലെങ്കിൽ ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ എന്നും ചോദിക്കാം കേട്ടോ. നമ്മൾ ചോദിക്കാറില്ലേ, നീ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം ആണോ? നീ ആദ്യമായിട്ടാണോ ഇവിടെ? എങ്ങനെ ചോദിക്കാം? ആർ യു ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം? ആർ യു ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം? നീ ഇവിടെ ഫസ്റ്റ് ടൈം ആണോ? ആർ യു ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം? അല്ലെങ്കിൽ ഈസ് ദിസ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ? ഈസ് ദിസ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ? അല്ലെങ്കിൽ ഈസ് ഇറ്റ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ? ഇത് ഇവിടെ നീ ആദ്യമായിട്ടാണോ? ഞാൻ 5 മണിക്ക് പുറത്തു പോകും കേട്ടോ. ഞാൻ 5 മണിക്ക് പുറത്ത് പോകും കേട്ടോ. എങ്ങനെ പറയാം? ഐ എം ഗോയിങ് ഔട്ട് അറ്റ് 5. ഐ എം ഗോയിങ് ഔട്ട് അറ്റ് 5. ഇത് എന്താണ്?
ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണെങ്കിലും നമ്മളൊരു ഫിക്സ് ചെയ്ത് വെച്ച ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലേ. അടുത്ത സമയത്ത് നടക്കാൻ പോകുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫ്യൂച്ചർ ആണെങ്കിലും നമ്മൾ പ്രസന്റ് വാല്യൂസ് ടെൻസിലാണ് പറയാന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ആരാണെന്ന് നീ ചോദിച്ചില്ലേ? എന്താണ് ഫോൺ വിളിച്ചത് ആരാണെന്ന് നീ ചോദിച്ചില്ലേ? ഫോൺ വിളിച്ചത് ആരാണെന്ന് നീ ചോദിച്ചില്ലേ? എങ്ങനെ പറയാം? യു ആസ്ക് ഹു ഇറ്റ്സ്, ഡിഡ്ന്റ് യു ആസ്ക് ഹു ഇറ്റ്സ്, ആരാണതെന്ന് നീ ചോദിച്ചില്ലേ? അവൻ കാണാൻ എങ്ങനെയുള്ള ആളാ? എങ്ങനെ ചോദിക്കാം? അവൻ കാണാൻ എങ്ങനെയുള്ള ആളാ? വാട്ട്സ് ഹി ലൈക്ക്, വാട്ട്സ് ഹി ലൈക്ക്, അവൻ കാണാൻ എങ്ങനെയുള്ള ആളാണ്. എങ്ങനെ ചോദിക്കാം? വാട്ട്സ് ഹി ലൈക്ക്, വാട്ട്സ് ഹി ലൈക്ക്. ഓക്കെ. നിന്റെ ജോലിയിൽ ഞാൻ പൂർണ്ണമായും സംതൃപ്തിയല്ല. നിന്റെ ജോലിയിൽ ഞാൻ പൂർണ്ണമായും സംതൃപ്തിയല്ല. ഐ എം നോട്ട് ക്വൈറ്റ് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ വർക്ക്. ഐ എം നോട്ട് ക്വൈറ്റ് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ വർക്ക്, അല്ലെങ്കിൽ ഐ എം നോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ വർക്ക് എന്ന് പറയാം കേട്ടോ. കറക്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ കൃത്യമായ ഡേറ്റ് എനിക്ക് ഓർക്കാനായിട്ട് പറ്റുന്നില്ല. ഇതെങ്ങനെ നമുക്ക് പറയാം? ഐ കാൺ റിമെമ്പർ എക്സാക്ട് ഡേറ്റ്, ഐ കാൺ റിമെമ്പർ ദി എക്സാക്ട് ഡേറ്റ്. ഇനി ഇതെല്ലാം നിന്റെ കാരണം കൊണ്ടാണ്, ഇതൊക്കെ നിന്റെ കാരണം കൊണ്ടാണ് സംഭവിച്ചത്. എങ്ങനെ പറയാം? ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. ഇതൊക്കെ നിന്റെ കാരണം കൊണ്ടാണ്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. അവിടെ എങ്ങനെ എത്തുമെന്ന് നിനക്കറിയോ? അവിടെ എങ്ങനെ എത്തുമെന്ന് നിനക്കറിയോ? എങ്ങനെ ചോദിക്കാം? ഡു യു നോ ഹൗ ടു ഗെറ്റ് ദർ? ഡു യു നോ ഹൗ ടു ഗെറ്റ് ദർ? ഡു യു നോ ഹൗ ടു ഗെറ്റ് ദർ? ലാസ്റ്റ് സെൻറ്റൻസ്, ഞാൻ അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഐ ആം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഹിം. ഐ എം ട്രൈങ് എന്ന് വെച്ചാൽ ഞാൻ ശ്രമിക്കുകയാണ്. ഐ എം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഹിം. ഓക്കെ. അപ്പോൾ നമ്മളൊരു 10-30ഓളം സെൻറ്റൻസുകൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം നമ്മൾ നമ്മുടെ സാധാരണ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളിതൊക്കെ നിങ്ങളുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ട്രൈ ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.